ഹലോ എവറി വൺ വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് ഞാനൊരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പെട്ടെന്നൊന്ന് പുറത്തൊക്കെ പോകുമ്പം ലൈറ്റ് മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ക്ലാരൻസിൻ്റെ ക്ലെൻസർ എടുത്ത് മുഖത്ത് ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി മുഖം ക്ലീൻ ആയിട്ടും ഹൈഡ്രേറ്റ് ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസറിന് പകരം സ്നീലിൻ്റെ സിറമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേറെ മോയ്സ്ചറൈസർ ഒന്നും ഇടുന്നില്ല, മോയ്സ്ചറൈസറിന് പകരം ഇതാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഞാനിവിടെ നോട്ടിൻ്റെ അല്ല, വേറെ ഏതോ ഒരു ബ്രാൻഡ് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഒരു 50+ ഉള്ളൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു സൺസ്ക്രീനാണ്. ദെൻ അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഫേസിൽ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഐബ്രോസ് എന്നാട്ടോ. അപ്പോൾ ഐബ്രോസ് ഞാൻ കിക്കോ മിലാനൻ്റെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു പൗഡർ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. നമുക്കൊരു മിഡിൽ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നന്നായി ഫില്ല് ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ ഐബ്രോസ് മേക്കപ്പിലൊരു മസ്റ്റ് സംഭവമാണ്. ആദ്യം ഞാൻ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സെഫോറേൻ്റെ ഒരു ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നതിൽ ജസ്റ്റ് ലൈറ്റ് മേക്കപ്പ് ആയതുകൊണ്ട് കുറച്ച് മാത്രം എടുത്തിട്ട് ഫൗണ്ടേഷൻ ഒന്ന് എല്ലായിടത്തും അപ്ലൈ. ഞാൻ ബ്രഷ് കൊണ്ടാണ് ഫുള്ളും സെറ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ റെവല്യൂഷൻ്റെ ഐഷയുടെ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ഷെയ്ഡർ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഐലിഡിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റഫായിട്ടാണ് ഇടുന്നത്. നന്നായിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ചെറിയൊരു ഗ്ലിറ്ററിങ് കൂടി കൊടുത്തിട്ടുണ്ട്. ദെൻ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. ലിപ്പ് ലൈൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് ബ്ലഷ് ഇടാം. കീബോർഡിൻ്റെ ബ്ലഷ് ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരു നല്ലൊരു കളറാണ്. ഒരു 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 ഡാർക്ക് പിങ്കിഷ് ടോണിൽ വരുന്ന ഒരു കളറാണ്. ദെൻ ഐ ലൈനർ ചെയ്യാനും. അപ്പോൾ ഞാൻ കുറച്ച് വിങ്സൊക്കെ ഇട്ടിട്ടുള്ള മുകളിൽ മാത്രമാണ് എഴുതി കൊടുക്കുന്നുള്ളൂ, താഴെ എഴുതുന്നില്ല കേട്ടോ. അപ്പോൾ കണ്ണ് കുറച്ച് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. താഴെ ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് കുറച്ചും കൂടെ കുഞ്ഞിതായിട്ട് പോവും. അപ്പോൾ നമുക്ക് ലൈറ്റ് മേക്കപ്പിൻ്റെ മുകളിൽ മാത്രം എഴുതിയാൽ അടിപൊളിയായിരിക്കും. ദെൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് ഇടാൻ പതിവ്, ലിപ്പ് ലൈൻ ചെയ്യാറില്ല. പക്ഷേ ലിപ്പ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക്ക് ഇടുമ്പം നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം അത് മിസ് ചെയ്യാറില്ല കേട്ടോ. ഓക്കെ, മേ ബി ലൈൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ളൊരു ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മസ്കാരയും കൂടെ ഇട്ട് കംപ്ലീറ്റ് ലുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ?